വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ക്യൂട്ടിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ്. വളരെ സ്പീഡായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തി പോവാം. ആദ്യമായിട്ട് എന്താണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, ദ നമ്പർ ഓഫ് ഒക്കേഷൻസ് ദാറ്റ് എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഈസ് ലൈക്ലി ടു ഒക്യൂർ ഇൻ എ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഇവൻറ്റ്സ്. ജസ്റ്റ് ആ ഒരു മീനിങ് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത്. ഒരു സാധ്യത എന്നുള്ളതിന് നമ്മൾ പ്രോബബിലിറ്റി എന്നാണ് പറയാറ്. ഇവിടെ പറയുന്നത് ദ നമ്പർ ഓഫ് ഒക്കേഷൻസ് ദാറ്റ് എ പെർട്ടിക്കുലർ ഇവൻറ്റ് ഈസ് ലൈക്ലി ടു ഒക്യൂർ. ഒരു കാര്യം സംഭവിക്കാനുള്ളൊരു നമ്പർ, എത്ര തവണ സംഭവിക്കാമെന്നുള്ള ആ ഒരു സാധ്യത, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഇൻ എ ലാർജ് പോപ്പുലേഷൻ ഓഫ് ഇവൻറ്റ്. ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം എങ്ങനെ ഇപ്പോൾ പറയാം, ഒരു കോയിന് ടോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹെഡ് അതുപോലെ ടൈല് വരാനുള്ളൊരു പ്രോബബിലിറ്റി എത്രയാണ്? 1/2 എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒക്കേഷൻസ്. ഈ ഒരു വസ്തു, ഒരു ഇവൻറ്റ്, ഒരുപാട് ഇവൻറ്റ്സിൽ നിന്ന് നമ്മുടെ ആ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എന്തിനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇവൻറ്റ് സംഭവിക്കാനുള്ള ഒരു സാധ്യത, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോബബിലിറ്റി എന്ന് പറയുക. ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലൈക്ലിഹുഡ് ഓഫ് ഇറ്റ്സ് ഹാപ്പനിങ്. സെയിം ആയിട്ടുള്ള തന്നെ എന്ത്, ദ ലൈക്ലിഹുഡ് ഓഫ് ഇറ്റ്സ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം അല്ലേ. ഇപ്പോൾ നമ്മൾ പറയാം, നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വരാൻ ഉള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് സാധ്യമാവാനും സാധ്യമാവാതിരിക്കാനും ഉള്ള പ്രോബബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ലൈക്ലിഹുഡ് ഓഫ് ഇറ്റ്സ് ഹാപ്പനിങ്, ആ എത്രത്തോളം അത് സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോബബിലിറ്റിയിൽ നമ്മൾ ഈ ഒരു ഇവൻറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ പ്രോബബിലിറ്റി. ഈ ഒരു പ്രോബബിലിറ്റി എന്നുള്ള ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളാണ് നൽകിയിട്ടുള്ളത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതുകൊണ്ടാണ് ഇവിടെ നൽകിയത്. എന്താണ് എക്സ്പെരിമെൻറ്റ്? എക്സ്പെരിമെൻറ്റ് ഈസ് ആൻ ആക്ട് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് അണ്ടർ സം ഗിവൺ കണ്ടീഷൻസ്. ഇതൊരു പ്രവൃത്തി, എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ കോയിൻ ടോസ് ചെയ്യുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, അതാണ് എന്ത്, എക്സ്പെരിമെൻറ്റ്. അത് ഗിവൺ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. നമ്മൾ ഇത്ര ഇപ്പോൾ ഒരു ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാതെ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര സമയം എന്നുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നൊരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പെരിമെൻറ്റ് പറയാം. ആൻ എക്സ്പെരിമെൻറ്റ് ആൻ ആക്ട് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ്. ഈ ആക്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യല്ലോ, വീണ്ടും വീണ്ടും അത് ടോസ് ചെയ്ത് നോക്കും. വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് അണ്ടർ സം ഗിവൺ കണ്ടീഷൻസ്. ചില നിർദ്ദേശങ്ങളും കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. ആ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്നാണ് ചുവടെ നൽകിയത്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പെരിമെൻറ്റ് ഹാസ് 2 or more outcomes which may vary in an unpredictable manner from trial to trial when conducted under uniform conditions. യൂണിഫോം കണ്ടീഷനിൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് സംഘടിപ്പിക്കുകയാണെങ്കിൽ, യൂണിഫോം കണ്ടീഷനാണ് ഏകദേശം ഒരേ സെയിം ആയിട്ടുള്ള ഒരു കണ്ടീഷൻസിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് നമുക്കതിൽ നിന്ന് ഔട്ട്കംസ് 2 or more outcomes, ഇപ്പോൾ നമ്മളൊരു തവണ ടോസ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് അല്ല പിന്നീട് ചെയ്യുമ്പോൾ കിട്ടിയത് എങ്കിൽ, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് റാൻഡം ആയിട്ടുള്ള ഔട്ട്കമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റാണ് എന്ത് പറയുക, റാൻഡം എക്സ്പെരിമെൻ്റ് പറയുക. സെയിം ആയിട്ടുള്ളൊരു ഔട്ട്കം അല്ല, നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് നൽകിയത്. ആൻ എക്സ്പെരിമെൻറ്റ് ഹാസ് 2 or more outcomes വിച്ച് മേ വേരി ഇൻ ആൻ അൺപ്രഡിക്റ്റബിൾ മാനർ. നമ്മൾക്ക് അത് പ്രഡിക്റ്റ് ചെയ്ത് പറയാനും കഴിയില്ല, അടുത്തത് ഇത് തന്നെയാണ് വരിക എന്നുള്ളത് പറയാനൊന്നും കഴിയില്ല. അത്തരത്തിലുള്ളതാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് കേട്ടോ. ദെൻ നെക്സ്റ്റ് സാമ്പിൾ പോയിൻ്റ്. എന്താണ് സാമ്പിൾ പോയിൻ്റ്? ചിലപ്പോൾ ചോദിക്കാറുണ്ട്. എവറി ഇൻഡികമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ പോയിൻറ്റ്സ് ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്.
ഈ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോരോ ഔട്ട്കം ഉണ്ടല്ലോ, ആ ഓരോരോ ഔട്ട്കമ്മും അതിലുള്ളിൽ വരുന്ന ഒരു സെറ്റ് തിയറി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു സെറ്റ് വരയ്ക്കുകയാണെങ്കിൽ ആ സെറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമ്മൾ ഈ ഒരു എമൗണ്ടുകളൊക്കെ നൽകും, എത്ര കിട്ടിയെന്നല്ലോ, ഹെഡ് കിട്ടി, ഒരു ടൈൽ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഓരോരോ ഇൻഡിവിജ്വൽ ഐറ്റംസിന് നമ്മൾ പറയുന്നതാണ് സാമ്പിൾ പോയിൻ്റ്. എവ്രി ഇൻഡികമ്പോസിബിൾ ഔട്ട്കം ഓഫ് എൻ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കാൾഡ് സാമ്പിൾ പോയിൻ്റ്. അതിൽ ഉള്ളിൽ വരുന്ന ഓരോരോ എക്സ്പെരിമെൻറ്റിൻ്റെ ഓരോരോ റിസൾട്ടിനെയും നമ്മൾ പറയുന്നതാണ് സാമ്പിൾ പോയിൻ്റ്. ദെൻ സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളത്. സാമ്പിൾ സ്പേസ് ടോട്ടാലിറ്റി ഓഫ് ഓൾ ദ എലമെൻ്ററി ഔട്ട്കം ഓഫ് ദാറ്റ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഓരോരോ പോയിൻറ്റിന് സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞു. ഇതെല്ലാം എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഒരു സെറ്റിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു ടോട്ടാലിറ്റി ഓഫ് ദി എലമെൻ്ററി ഔട്ട്കം ഈസ് സാമ്പിൾ സ്പേസ്. മൊത്തത്തിൽ നമ്മൾ കൂട്ടി പറയുമ്പോൾ അതിന് സാമ്പിൾ സ്പേസ് എന്നാണ് പറയുക. ഈസ് ദ സെറ്റ്. സെറ്റ് എങ്ങനെ വരക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഒരു സെറ്റ് എഴുതുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഓരോന്ന് എഴുതും. എച്ച്, ഹെഡ്, ടൈല് ഹെഡ് എന്നൊക്കെ ഇങ്ങനെ എഴുതുമല്ലോ. ഇങ്ങനെ ഒന്നിനെ നമ്മൾ എന്ത് പറയും? സാമ്പിൾ സ്പേസ് എന്ന് പറയും, സാമ്പിൾ പോയിൻ്റ് എന്ന് പറയും. ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ട് നമ്മൾ സാമ്പിൾ സ്പേസ് എന്നും പറയും അല്ലേ. ഓക്കെ, അതാണ് ഈസ് ദ സെറ്റ് വിച്ച് കണ്ടെയ്ൻ ഓൾ ദ സാമ്പിൾ പോയിൻ്റ് ഓഫ് ദ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുക. ഇതിനെ, ഈ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് നമ്മൾ വിളിക്കുക. സെറ്റ് നമ്മൾ ഇതുപോലെയാണല്ലോ വരക്കൽ. ഇതിൻ്റെ ഉള്ളിൽ ഹെഡ് ടൈല് ഒരു 2 കോയിന് ടോസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, ടൈല് വരാനുള്ള ചാൻസ് ഉണ്ട്, ടൈലും വരാനുള്ള ചാൻസ് ഉണ്ട്. 2 തവണ ടോസ് ചെയ്യുമ്പോഴും ഹെഡ് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാം ഓരോന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതും, ഈ ഒരു സെറ്റിൻ്റെ അകത്ത് എഴുതും. അപ്പോൾ ഇതിൽ ഓരോരോ ഇൻഡിവിജ്വൽ ഐറ്റംസിന് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയും. എന്നാൽ ഈ സെറ്റിനെ മൊത്തത്തിൽ സാമ്പിൾ സ്പേസ് എന്നാണ് പറയുക, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഐറ്റംസ് ഉണ്ട്. ദെൻ എന്താണ് ഇവൻറ്റ്? ഇവൻറ്റ് ഈസ് ആൻ ഔട്ട്കം ഓർ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്കൊരു ഇവൻറ്റ്, ദാറ്റ് ഈസ് നമുക്ക് ലഭിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ടല്ലോ, അതൊരു ഇവൻറ്റ് ആയിട്ടാണ് നമ്മളതിനെ പറയുക. എത്ര ഇവൻറ്റ്, എന്താണ് ഇവൻറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഔട്ട്കമാണ് അല്ലെങ്കിൽ ആ റിസൾട്ടാണ് ഇവൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ദെൻ സെർട്ടൈൻ ഇവൻറ്റ്. എന്താണ് സെർട്ടൈൻ ഇവൻറ്റ്? അതായത് ആൻ ഇവൻറ്റ് ഹൂസ് ഒക്കറൻസ് ഈസ് ഇന്നെവിറ്റബിൾ ഈസ് കാൾഡ് സെർട്ടൈൻ ഇവൻറ്റ്. അതായത് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഔട്ട്കമാണ് ഇവൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകം ആൻസർ ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്, സെർട്ടൈൻ ആണെങ്കിൽ അതിനെ നമ്മൾ സെർട്ടൈൻ ഇവൻ്റ് എന്ന് പറയും. മേ ബി ചില സമയത്ത് നമുക്ക് ഇത് തന്നെ കിട്ടിക്കോണമെന്ന് ഉറപ്പില്ല, അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ അൺസെർട്ടൈൻ ഇവൻ്റ് എന്ന് പറയും. ഒക്കറൻസ് ഈസ് നോട്ട് പോസിബിൾ ആണെങ്കിൽ, മേ ബി ആണെങ്കിൽ അതിനെ അൺസെർട്ടൈൻ എന്നും വിളിക്കാറുണ്ട്. അതാണ് സെർട്ടൈൻ ഇവൻറ്റ്. ആൻ ഇവൻറ്റ് ഹൂസ് ഒക്യുറൻസ് ഈസ് ഇന്നെവിറ്റബിൾ ഈസ് കോൾഡ് സെർട്ടൈൻ ഇവൻറ്റ്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ എന്താ, ഒരു ബാസ്ക്കറ്റിൽ വൈറ്റ് ബോൾ ഉണ്ട്, 5 വൈറ്റ് ബോൾ ഉണ്ട്. അതിൽ നിന്ന് ഒരു വൈറ്റ് ബോൾ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ണ് ചിമ്പിയിട്ട് വൈറ്റ് ബോൾ എടുക്കാൻ പറയുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അതിൽ നിന്നൊരു വൈറ്റ് ബോൾ എന്തായാലും കിട്ടും. കാരണം എന്താ, ആ ബാസ്ക്കറ്റിൽ ആകെ വൈറ്റ് ബോൾ മാത്രമേ ഉള്ളൂ, 5 എണ്ണം. 5ൽ നിന്ന് 1 എടുക്കുമ്പോൾ വൈറ്റ് ബോൾ തന്നെയാണ് കിട്ടുക. അപ്പോൾ ഷുവറാണ് നമുക്ക് വൈറ്റ് ബോൾ കിട്ടുമെന്നുള്ളത്. അതിനെയാണ് നമ്മളിന്ന് സെർട്ടൈൻ ഇവൻറ്റ് എന്ന് പറയുക. സെർട്ടൈൻ ആണ് അവിടെ, അൺസെർട്ടൈനിറ്റി അല്ല, സെർട്ടൈൻ ആണ്. ദെൻ നെക്സ്റ്റ് ഇമ്പോസിബിൾ ഇവൻറ്റ്. എന്താണ് ഇമ്പോസിബിൾ ഇവൻറ്റ്? അതായത് എംപ്റ്റി സെറ്റ്, നൾ സെറ്റ് എന്നൊക്കെ പറയും. നമ്മളൊരു സെറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒറ്റ ഇൻഡിവിജ്വൽ ഐറ്റംസ് നമുക്ക് എഴുതാൻ ലഭിക്കില്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക, ഒരു ബാസ്ക്കറ്റിൽ 5 വൈറ്റ് ബോൾ ഉണ്ട്, അതിൽ നിന്ന് നമ്മളോട് ഒരു ബ്ലാക്ക് ബോൾ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ഒന്നും കിട്ടില്ല, ഇമ്പോസിബിൾ ആണ്. അതാണ് ഇമ്പോസിബിൾ ഇവൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അൺസെർട്ടൈൻ ഇവൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ ഇവൻറ്റ് വിച്ച് കനോട്ട് പ്രെഡിക്റ്റ് ഇറ്റ്സ് ഹാപ്പനിങ്. അതിൻ്റെ ഹാപ്പനിങ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ദ ഹാപ്പനിങ് ഓഫ് ദാറ്റ് ഇവൻറ്റ് ഈസ് നെയ്തർ ഷുവർ നോർ ഇമ്പോസിബിൾ. നമുക്ക് അതിൻ്റെ ഒരു അൺസെർട്ടൈൻ ആണ്, അത് എന്താ ഷുവർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അത്തരത്തിലുള്ളതാണ് അൺസെർട്ടൈൻ ഇവൻറ്റ്. ദെൻ ഈക്വലി ലൈക്ലി ഇവൻറ്റ്. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് മീൻസ് ഇഫ് നൺ ഓഫ് ദം ഈസ് എക്സ്പെക്റ്റഡ് ടു ഒക്യൂർ ഇൻ പ്രിഫറൻസ് ടു അതർ. അതായത് ഈക്വലി പ്രോബബിൾ ആണ്. നൺ ഓഫ് ദം ഈസ് എക്സ്പെക്റ്റഡ് ടു ഒക്യൂർ ഇൻ പ്രിഫറൻസ് ടു അതർ. ഇതൊരു ഉദാഹരണം പറഞ്ഞിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നതിന് എടുക്കാം. നമുക്ക് ഹെഡ് വരുമെന്ന് നമുക്ക് പ്രിഫറൻസ് പറയാൻ പറ്റില്ലല്ലോ.
ടൈല് വരാനും ചാൻസ് ഉണ്ട്. ഈക്വലി പ്രോബബിൾ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് പറയുക. രണ്ടിനും വരാനുള്ള ചാൻസ് എന്താണ്? ഏകദേശം സെയിം തന്നെയാണ്. മേ ബി ഹെഡ് ആയിരിക്കാം, മേ ബി ടൈൽ ആയിരിക്കാം നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അവിടെ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ളൊരു പ്രോബബിലിറ്റിയാണ്. അതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ഇഫ് നൺ ഓഫ് ദം ഈസ് എക്സ്പെക്റ്റഡ് ടു ഒക്യൂർ, ഒന്നും ഒക്യൂർ ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ പ്രിഫറൻസ് വരത്, മറ്റൊന്നിനേക്കാൾ ഇതാണ് വരിക എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനും സാധിക്കില്ല. രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. ദെൻ നെക്സ്റ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ദ ഹാപ്പനിങ് ഓഫ് എനി വൺ ഇവൻ്റ് എക്സ്ക്ലൂഡ്സ് ദ ഹാപ്പനിങ് ഓഫ് ഓൾ അതർ ഇൻ ദി സെയിം എക്സ്പെരിമെൻറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, the happening of any one event exclude the happening of all other in the same experiment. അതായത് നമ്മുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്കൊരു സംഭവം കിട്ടി, ഒരു ആൻസർ കിട്ടി, അത് ആ ഒരു ആൻസർ കിട്ടി, ദാറ്റ് മീൻസ് നമുക്കതിൽ നിന്നൊന്ന് ലഭിച്ചു. ഇപ്പോൾ ഒരു ബോൾ എടുക്കുന്ന ഒരു കേസ് തന്നെ എടുക്കുക. ഏകദേശം ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ഉണ്ടെന്ന് വെക്കുക. അതിൽ ഒരു ബ്ലാക്ക് ബോൾ, ബാക്കിയൊക്കെ വൈറ്റ് ബോൾ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ എടുക്കാൻ പറഞ്ഞു. നമ്മൾ ആദ്യം എടുത്തപ്പോൾ തന്നെ ബ്ലാക്ക് ബോൾ കിട്ടി. പിന്നീട് നമ്മൾ അതിലേക്ക് തിരിച്ചു വെക്കുന്നില്ല. പിന്നെ എടുക്കുമ്പോൾ ബ്ലാക്ക് ബോൾ നമുക്ക് കിട്ടാൻ അവിടെ ചാൻസ് ഇല്ല. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ അവിടെ എന്തായി എക്സ്ക്ലൂഡ് ചെയ്യിപ്പിച്ചു. ദാറ്റ് ഈസ് ദ ഹാപ്പനിങ് ഓഫ് എനി വൺ ഇവൻറ്റ് എക്സ്ക്ലൂഡ് ദ ഹാപ്പനിങ് ഓഫ് ഓൾ അതർ ഇൻ ദ സെയിം എക്സ്പെരിമെൻറ്റ്. മനസ്സിലാക്കുക, ഒന്ന് സംഭവിച്ചത് കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ അത് അവിടെ തടഞ്ഞുണ്ട്. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ദെൻ എക്സോസ്റ്റീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഗ്രൂപ്പ് ഓഫ് ഇവൻ്റ് ഈസ് സെഡ് ടു ബി exhaustive when it include all possible outcome of the random experiment under consideration, that is head and tail together form an exhaustive event. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ അതിൽ നിന്ന് സാധ്യമായിട്ടുള്ള ഒരുപാട് ഔട്ട്കം ഉണ്ടാവും. ഇപ്പോൾ ഒരു കോയിനാണ് ടോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഹെഡും വരാം ടൈലും വരാം. ഹെഡും ടൈലും ചേർത്ത് ഒരു ഗ്രൂപ്പാക്കും. അത്തരത്തിൽ ഗ്രൂപ്പാക്കിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഇവിടെ നൽകിയത്. എ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റ് ഈസ് സെഡ് ടു ബി എക്സോസ്റ്റീവ്. ആ ഗ്രൂപ്പ് ഓഫ് ഇവൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, എക്സോസ്റ്റീവ് എന്ന് വിളിക്കുന്നത്. വെൻ ഇറ്റ് ഇൻക്ലൂഡ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. ആ ഗ്രൂപ്പിൽ എന്തായിരിക്കണം? ഓൾ പോസിബിൾ ഔട്ട്കംസ് അതിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഡൈസാണ് നമ്മൾ ത്രോ ചെയ്യുന്നതെങ്കിൽ അതിൽ 1, 2, 3, 4, 5, 6 വരെ ഉള്ളതും അതിലുണ്ടാവും. ഇപ്പം കോയിൻ ആയതുകൊണ്ട് ഹെഡും ടൈലും വരുന്ന ഒരു ഗ്രൂപ്പാണ് എന്ത്, എക്സോസ്റ്റീവ് ഇവൻറ്റ് എന്ന് പറയാൻ സാധിക്കുക. ദെൻ അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, ദെൻ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, അതുപോലെ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്, 2 or more events are said to be independent. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം എങ്ങനെയാണെങ്കിൽ, ഇഫ് ദ ഒക്യുറൻസ് ഓഫ് വൺ ഓഫ് ദം ഇൻ നോ വേ എഫക്റ്റ് ദി ഒക്യുറൻസ് ഓഫ് അതർ ഇവൻറ്റ്. ഒന്നിൻ്റെ ഒക്യുറൻസ് മറ്റൊന്ന് ഒക്യുർ ചെയ്യുന്നതിനെ യാതൊരു നിലയിലും ബാധിക്കുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ്, സ്വമേധയാ നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് അതിനെ പറയും. എന്നാൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിലോ, ദ ഹാപ്പനിങ് ഓർ ഒക്യുറൻസ് ഓഫ് വൺ ഇവൻറ്റ്, ഏതെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കാനുള്ളൊരു കാരണം ഇൻ എനി വൺ ട്രയൽ എഫക്റ്റ് ദ പ്രോബബിലിറ്റി ഓഫ് അതർ ഇവൻറ്റ് ഇൻ അതർ ട്രയൽസ്. മറ്റൊരു ട്രയലിലുള്ള ഒരു ഇവൻറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. അപ്പോൾ കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് സെറ്റ് തിയറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ. എന്താണ് സെറ്റ് തിയറി? സെറ്റ് തിയറി ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്കൽ ലോജിക്ക്. ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കിൽ പെട്ടിട്ടുള്ളൊരു ഭാഗമാണ് സെറ്റ് തിയറി. ദാറ്റ് സ്റ്റഡീസ് സെറ്റ്സ്. സെറ്റിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. വിച്ച് ഇൻഫോർമലി ആർ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. അതായത് ഈ സെറ്റ് പറഞ്ഞാൽ ഒരുപാട് ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനാണ് ഈ ഒരു സെറ്റ്. അതിനെക്കുറിച്ച് പഠിക്കുന്നൊരു മാത്തമാറ്റിക്കൽ ലോജിക്ക് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് സെറ്റ് തിയറി. എന്താണ് ഈ സെറ്റ് തിയറി എന്നല്ല നമുക്ക് പഠിക്കേണ്ടത്, ഇതിൽ ഉൾക്കൊള്ളുന്ന കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും വരാറുണ്ട്. സാധാരണ എല്ലാ എക്സാമിലും കാണുന്നതാണ്. ആ ഒരു പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതിനു മുമ്പ് എന്താണ് ഈ ഒരു സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു തരാം. എ ബി സി ആർ യൂസ്ഡ് ടു ഡിനോട്ട് സെറ്റ്സ്. നമുക്ക് ഈ ഒരു സെറ്റിനെ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അതിൽ ലെറ്റ് എ ബി എ
സെറ്റ് ആൻഡ് ബി അനദർ സെറ്റ്. എ എന്ന് പറഞ്ഞൊരു സെറ്റും ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റും നമുക്കിവിടെ വരക്കാം. എ എന്ന് പറഞ്ഞൊരു സെറ്റും ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റും നമ്മളിവിടെ വരക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നൽകിയിട്ടുണ്ട് വേർ ബി സെറ്റ് ബിയിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? 1 2 3 4 5. ദെൻ സെറ്റ് എയിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? 3 4 6 7. ഇതാണ് രണ്ട് സെറ്റ് നമുക്ക് നൽകിയത്. സെറ്റ് എയിൽ ഉള്ള ഐറ്റംസ് നൽകിയിട്ടുണ്ട്, ഒബ്ജക്റ്റുകൾ നൽകിയിട്ടുണ്ട്. സെറ്റ് ബിയിലുള്ള ഒബ്ജക്റ്റുകളും നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി ചുവടെ നൽകിയിട്ടുണ്ട് എന്ത്? ദസ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്നാണ്. ആൻഡ് എന്നുള്ളത് ശ്രദ്ധിക്കണേ. എ ആൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യൂണിയൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറ് സാധാരണഗതിയിൽ. എ ആൻഡ് ബി, അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം. അങ്ങനെ എ യൂണിയൻ ബി. യൂണിയൻ എന്നിട്ടത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ്? ഒരു യു എന്നുള്ളൊരു ആകൃതി അല്ലേ, അത് തിരിച്ചിടുന്നത്. യു അല്ല, ശരിക്കും യുയിലേറെ കുറച്ചുകൂടി വലിയൊരു മോഡൽ, ഒരു സിമ്പിളാണ് കേട്ടോ യൂണിയൻ്റെ. എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 1 സെറ്റ് 1 2 3 4 5 6 7. എന്താണ് അപ്പോൾ യൂണിയൻ എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഇവിടെ ശ്രദ്ധിക്കണേ. സെറ്റ് എയിൽ 3 4 5 3 4 6 7 ഇത് സെറ്റ് എയിലുള്ളതാണ്. സെറ്റ് ബിയിൽ എന്തൊക്കെയുണ്ട്? 1 2 3 4 5 ഉണ്ട്. അപ്പം എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി എന്ന് നമ്മൾ മനസ്സിലാക്കുക. എയിലും ബിയിലും ഉള്ളത്. ഇവിടെ എയിൽ ഏതൊക്കെയുണ്ട്? ഒരു സെറ്റ് നമ്മൾ വരക്കുകയാണ്. എ യൂണിയൻ ബിയുടെ സെറ്റ് വരക്കുകയാണ്. എ യൂണിയൻ ബി സെറ്റ് വരക്കുമ്പോൾ നമ്മളിങ്ങനെ വരക്കും. അതിൽ എന്തൊക്കെയുണ്ട്? എയിൽ എന്തൊക്കെയുണ്ട്? 1 എയിൽ 3 4 6 7 അല്ലേ. ബിയിലോ 1 2 3 4. അതിൽ 3ഉം 4ഉം ഒക്കെ എയിലും ഉള്ളത് കൊണ്ട് അത് ഇനി നമ്മളിവിടെ എഴുതണ്ട. 1ഉം 2ഉം എഴുതിയാൽ മതി. 1 2. ഓക്കെ, 1 2 3 4 5 6 7. ഇത് എ യൂണിയൻ ബി ആണ്. ഇനിയിപ്പോൾ നമ്മളോട് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. എന്താണ് ഇൻ്റർസെക്ഷൻ? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എയിൽ 3 4 6 7 അല്ലേ. 3 4 6 7 ഉണ്ട്. അതുപോലെ ബിയിൽ 1 2 3 4 5 ഉണ്ട്. ഇവിടെ ഈ 3ഉം 4ഉം എയിലും ഉണ്ട് ബിയിലും ഉണ്ട് അല്ലേ. എയിലും ബിയിലും വന്നിട്ടുള്ള സംഖ്യ അതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ചുവടെ നൽകുക ദ ഇവൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ പോയിൻറ്റ്സ് വിച്ച് ആർ കോമൺ ഇൻ ബോത്ത് സെറ്റ് ഈസ് കാൾഡ് എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ്റർസെക്ഷൻ എന്നുള്ളത് നോക്കണേ, ഈ നമ്മൾ നേരത്തെ നൽകിയ ആ സിമ്പിൾ തിരിച്ചിട്ടതാണ്. എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ രണ്ട് സെറ്റിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ഇൻ ദിസ് എക്സാമ്പിൾ 3 and 4 ആർ കോമൺ ഇൻ ബോത്ത് സെറ്റ്. 3 4 രണ്ട് സെറ്റിലുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്നാണ് പറയുക. ഇതിനെ ഇൻ്റർസെക്ഷനിൽ വരുന്നത് എ ഇൻ്റർസെക്ഷൻ ബി നമ്മളോട് എഴുതാൻ പറയുകയാണെങ്കിൽ ഇസ് ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? ഒരു സെറ്റ് വരക്കും. എന്നിട്ടോ 3 4 ഇത് മാത്രമേ എഴുതുള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമ്മളോട് ചോദിച്ചതെങ്കിൽ. ഓക്കെ, എ യൂണിയൻ ബി ആണ് ചോദിച്ചത് എന്നുള്ളത് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ആൻസറുമാണ് എഴുതുക. അപ്പോൾ രണ്ടിലും ഉള്ളത് എ യൂണിയൻ ബി, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എ ഇൻ്റർസെക്ഷൻ ബി. മനസ്സിലാക്കുക. രണ്ടിലും ഉൾക്കൊള്ളുന്നവ ഒന്ന് എയിലും ബിയിലും ഉൾക്കൊള്ളുന്നവ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിൽ എഴുതും. രണ്ടിലും കോമൺ ആയിട്ട് ഉൾക്കൊള്ളുന്നത്, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ആണെങ്കിൽ അതിൽ രണ്ടിലും രണ്ട് സെറ്റിലും ഉൾക്കൊള്ളുന്നത് മാത്രമാണ് എഴുതുക എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പല എക്സാമിലും നമുക്ക് വരാറുണ്ട് ഈ ഒരു സെറ്റ് വരക്കാനുള്ളത്. ഇപ്പോൾ എന്താ വെച്ചാൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനൊരു സിംബോളിക്കലി എങ്ങനെയൊക്കെ വരക്കാം. ഇങ്ങനെ ഒരു കോളം വരക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ യൂണിവേഴ്സ് ആണെങ്കിൽ പോപ്പുലേഷൻ ആണെങ്കിൽ അതിൽ എ എന്ന് പറഞ്ഞ ഒരു ഇതും ബി എന്ന് പറഞ്ഞ ഒന്നും വരക്കുക. ഇത് എ, ഇത് ബി. ഇവ രണ്ടിലും ഇവിടെ ഇങ്ങനെ കുറേ ഇവൻസുകൾ ഉണ്ടെന്ന് വെക്കുക. ഒരുപാട് ഇവൻസുകൾ ഇങ്ങനെ ഇതിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ഉൾക്കൊള്ളുന്ന ഇവൻസ് ഉണ്ട് ഇവിടെ അല്ലേ. ഇതിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുക. ഇത് മൊത്തം കൂടിയിട്ടുള്ളതാണ് എ യൂണിയൻ ബി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഇവിടെ നൽകിയിട്ടുണ്ട് ആ ഒരു സെറ്റ്
എയും ബിയും എ ഇൻ്റർസെക്ഷനും നമ്മൾ വരച്ച് കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ കോംപ്ലിമെൻറ്റേഷൻ. കോംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദ ഇവൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ പോയിൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻ എ ഈസ് കാൾഡ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ആൻഡ് റൈറ്റ്സ് ആസ് എ കോംപ്ലിമെൻറ്റ്. അതിനെ വിളിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതൽ ഇങ്ങനെയാണ്. എക്ക് മുകളിൽ ഒരു ചെറിയൊരു വരട്ടാൽ എന്തായി എ കോംപ്ലിമെൻറ്റ് എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് എ ആൻഡ് റൈറ്റ്സ് ആസ് എ എന്നുള്ള രീതിയിൽ എഴുതുന്നത് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എന്താ വെച്ചാൽ ദ ഷെയ്ഡഡ് ഏരിയ ഓൺ ദ ഡയഗ്രാം ഇൻഡിക്കേറ്റ് എ. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു സെറ്റ് വരക്കുകയാണെങ്കിൽ നമ്മളൊരു സെറ്റ് വരക്കുമ്പോൾ അതിൽ എയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ എയിൽ ഉൾക്കൊള്ളാത്ത ഭാഗങ്ങൾ അതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുക. ഇതിൻ്റെ പുറമേ ഉള്ളത്. ഓക്കെ അല്ലേ? അതാണ് കോംപ്ലിമെൻറ്റേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ എയിൽ ഉൾക്കൊള്ളാത്തത്. ദെൻ നെക്സ്റ്റ് എന്താണ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ കോംപ്ലിമെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു, അതായത് എക്ക് പുറമേ ഉള്ളത്, എയിൽ ഉൾക്കൊള്ളാത്തത്. ഓക്കെ. ദെൻ പെർമ്യൂട്ടേഷൻ. എന്താണ് പെർമ്യൂട്ടേഷൻ? ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ്. നമ്മുടെ സെറ്റിൽ ഇപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്തു. അതിൻ്റെ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ് വെൻ ഓൾ എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഡിസ്റ്റിങ്യൂഷബിൾ. എല്ലാ എലമെൻറ്റും ഡിഫറെൻറ്റും ഡിസ്റ്റിങ്യൂഷബിൾ ആയിട്ടുള്ളതാണ്. അതിനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അത്തരത്തിലുള്ള ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുന്നതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുക. ദ അറേഞ്ച്മെൻറ്റ്സ് ആർ ഡൺ വിത്തൗട്ട് റെപ്പിറ്റേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ്. ആ ഒരു ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു മോഡലിങ്ങിനെയാണ്, ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. ഡിഫറൻസ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ എ സെറ്റ്, അതാണ് പെർമ്യൂട്ടേഷൻ. ഇവിടെ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. എ ഫാക്ടറി ഓണർ ഹു ഹാസ് റിസീവ്ഡ് 3 ന്യൂ മെഷീൻസ്. ഒരു ഫാക്ടറിയിൽ പുതിയ 3 മെഷീൻസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതായത് മെഷീൻ എ, ബി ആൻഡ് സി. ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ 6 ways. 6 രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാമെന്നാണ് ചുവടെ നൽകിയിട്ടുണ്ട്. ഒരു സെറ്റിൽ എന്താണ് എ ബി സി. ആദ്യം എ വെക്കുക, ബി വെക്കുക, സി വെക്കുക. ദെൻ എ സി ബി, ബി എ സി, അതുപോലെ ബി സി എ, സി എ ബി, സി ബി എ. ഈ രീതിയിലെല്ലാം അദ്ദേഹത്തിന് ഈ ഒരു മെഷീൻസ് അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. എന്താ വെച്ചാൽ ഇത് കാണാൻ നമ്മുടെ ഫാക്ടർ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ 6 എണ്ണം കിട്ടാനായി. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ 3 എണ്ണം അല്ലേ ഓരോന്നിലും ഉൾക്കൊള്ളുന്നത്. ഒരു ഗ്രൂപ്പിൽ എത്ര ഉൾക്കൊള്ളുന്നത്? 3. എ ബി സി അല്ലേ? എ 1 2 3, അങ്ങനെ 3 ഐറ്റംസാണ് നമ്മളിവിടെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അത് എത്ര രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന്, ഒരു ഗ്രൂപ്പിൽ 3 അല്ലേ വരുന്നത്, അതുകൊണ്ട് എത്ര ചെയ്യാമെന്ന് നമുക്ക് അറിയണമെങ്കിൽ 3 ഫാക്ടർ ചെയ്താൽ മതി. ഫാക്ടർ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. 3 × 2 × 1, 3 ആണല്ലോ വരുന്നത്. അപ്പോൾ 3 × ഇപ്പോൾ 2 ആണ് 2 ഫാക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? 2 × 1 ആയിരിക്കും വരിക. ഇനി 4 ഫാക്ടർ ആണെങ്കിൽ എന്താ വരിക? അപ്പം 4 × 3 × 2 × 1, ആ രീതിയിൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ 3 ആണ് വരുന്നത്. അപ്പം 3 × 2 × 1, അപ്പം 3 × 2 6, 6 × 1 6. അപ്പോൾ 6 രീതിയിൽ നമുക്ക് ഇവിടെ ചെയ്യാം. അതാണ് ഇവിടെ 1 2 3 4 5 6. ഓക്കെ, 6 കോമ്പിനേഷൻസിൽ നമുക്കവിടെ വരയ്ക്കാൻ കഴിയും. ആ അത്തരത്തിൽ വരക്കുന്ന ഗ്രൂപ്പാക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദെൻ ഇനി മറ്റൊന്ന്, ആ ഒരു ഫാക്ടർ ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർമ്യൂട്ടേഷനിൽ വരുന്ന ഒരു ഇക്വേഷൻസ് ഇവിടെ ചൂടെ നൽകിയിട്ടുണ്ട്. ആ മുകളിൽ പറഞ്ഞ ഏരിയസ് ഒന്ന് വലിയ പഠിക്കണം, പക്ഷേ ഇപ്പോൾ നിങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. n ഫാക്ടർ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഓൾ സ്ക്വയർ ഫാക്ടർ. അപ്പോൾ എന്താ വെച്ചാൽ അതിൽ n എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്? ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ് ഇൻ ദ സെറ്റിലുള്ള ടോട്ടൽ നമ്പർ. r എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ് ടേക്കൺ അറ്റ് എ ടൈം. ഒരു ടൈമിൽ എത്രയാണോ നമ്മൾ എടുക്കുന്നത്. ദെൻ പി ആണ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് ഒരു ഇക്വേഷനാണ്. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഒരു പക്ഷേ എന്താണെന്ന് മനസ്സിലായിട്ടൊന്നുണ്ടാവില്ല. ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്കത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ NPR നമുക്ക് കാണാനാണ് കേട്ടോ, അതായത് പെർമ്യൂട്ടേഷൻ കാണാനും വേണ്ടിയിട്ട് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി വേയ്സ്
5 letter word can be formed from the letter in the word equation. അതായത് ഈ ഇക്വേഷൻ എന്നുള്ള ഈ ഒരു വേർഡ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ഉണ്ട് ഈ ഒരു ഇക്വേഷൻ എന്നുള്ള ഈ ഒരു വേർഡിൽ. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൗ മെനി വേയ്സ്, ഏതൊക്കെ വഴികളിലൂടെ 5 letter വേർഡ് ക്യാൻ ബി ഫോംഡ്, ഒരു 5 ലെറ്ററുള്ള വേർഡ് നമുക്ക് ഉപയോഗിക്കാം എന്നർത്ഥം. ഇപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി 9 ലെറ്ററാണ്, പക്ഷേ ഇതിന് 5 ലെറ്റർ ഉപയോഗിച്ചിട്ട് 1 2 3 4 5 ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് എഴുതാം. പിന്നെ ഈ ക്യൂ മുതൽ 5 ലെറ്റർ ഉപയോഗിച്ചിട്ട് എഴുതാം. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ വേർഡ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ലെറ്റർ ഇൻ ദ വേർഡ് ഇൻഡിക്കേറ്റ് ഹൗ മെനി വേസ്, എത്ര വഴികളിലൂടെ നമുക്ക് 5 ലെറ്റർ ഉപയോഗിച്ചാണ്ട് നിന്ന് ഓരോരോ ലെറ്റർ ഉപയോഗിക്കാം, വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് ഈ ഒരു ചോദ്യം പറഞ്ഞത്. ഇൻഡിക്കേറ്റ് ഹൗ മെനി വേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ ഒരു പെർമ്യൂട്ടേഷൻ്റെ ഇക്വേഷന്. ചില പരീക്ഷാ പേപ്പറുകളിലെല്ലാം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുക, ഇക്വേഷൻ ശ്രദ്ധിക്കുക ആദ്യം. എന്താണ്? NPR = n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ആണ്. അതിൽ n 9 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 6 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 5 ലെറ്ററാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക, അതാണ് 6. ഓക്കെ, ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. NPR = n എന്നുള്ളത് നമ്പറാണ്, 9 ആണ്. അപ്പോൾ അതിന് n പകരം 9 നമ്മൾ കൊടുക്കും. P എന്ന് പറഞ്ഞാൽ P ആയിട്ട് പെർമ്യൂട്ടേഷൻ്റെ P ആയിട്ട് അവിടെ കൊടുക്കുക. 6 5 ആണ്, 5 നമ്മൾ ഇക്വേഷനിൽ കൊടുക്കും. n പകരം എത്ര കൊടുക്കും? 9 കൊടുക്കും. 6 പകരം 5 കൊടുക്കും. അപ്പം 9 P5 എന്നായിരിക്കും ആൻസർ നമ്മൾ കൊടുക്കുക. ഓക്കെ, NPR = 9 P5 ഇനി n എത്രയാ? 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n എത്രയാ? 9 മൈനസ് 6 എത്രയാ? 5 ഫാക്ടോറിയൽ ചെയ്യാം. ഇനി ഈ ഫാക്ടോറിയൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. 9 ഫാക്ടോറിയൽ പറഞ്ഞാൽ അപ്പോൾ എത്ര വരിക? 9 × 8 × 7 × 6 × 5 × 4 × 3 × 2 × 1. ദെൻ താഴെ 9 - 5 എത്രയാ? 4 അല്ലേ? 4 ഫാക്ടോറിയലാണ് ഇവിടെ വരിക. 4 ഫാക്ടോറിയൽ വരുമ്പോൾ 4 × 3 × 2 × 1. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. വെട്ടിപ്പോവാല്ലതൊക്കെ നമുക്ക് വെട്ടിപ്പോവാം. ഈ കോമൺ ആയിട്ടുള്ളതാണ് ഈ ഐറ്റംസ് എല്ലാം അല്ലേ? മുകളിലും താഴെയും വന്ന് 4 വരെയല്ല, അത് വെട്ടിപ്പോയി. ഇനി ബാക്കിയുള്ളത് 9 × 8 × 7 × 6 × 5 ആണ്. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 15,120 എന്നുള്ള ആൻസർ നമുക്ക് ലഭിച്ചു. ഇത്രയും വഴികളിലൂടെ നമുക്ക് 5 ലെറ്റർ ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് വേർഡ്സ് ഉണ്ടാക്കാമെന്നാണ് ആ ഒരു ആൻസർ നമുക്ക് കിട്ടിയത്. പല എക്സാമിലും ചോദിക്കാറുണ്ട് ഇതുപോലെ, വേർഡ് നൽകിയിട്ട് എത്ര ലെറ്റർ 5 ലെറ്റർ ഉപയോഗിച്ചിട്ട് എത്ര വേർഡ് ഉണ്ടാക്കാം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ദെൻ മറ്റൊന്ന് അലൈക്ക് ഒബ്ജക്ട്സ്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ ഇക്വേഷൻസ് എന്ന് പറഞ്ഞില്ലേ, ഇക്വേഷൻ എന്നുള്ളതിൽ ഈ ലെറ്റേഴ്സുകളൊന്നും കോമൺ ആയിട്ട് വന്നിട്ടില്ല. ഇതിൽ E വന്നിട്ടുണ്ട്, Q വന്നിട്ടുണ്ട്, UATIONS. ഇതിൽ ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലെറ്ററുകൾ വന്നിട്ടില്ല. ഇനി അങ്ങനെ റിപ്പീറ്റ് ചെയ്ത ലെറ്ററുകൾ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തത്. അലൈക്ക് ഒബ്ജക്ട്സ്. സംടൈംസ് സം ഓഫ് ദി ഒബ്ജക്ട്സ് ആർ അലൈക്ക്. ഒരേപോലെ വരാൻ ചാൻസ് ഉണ്ട് എല്ലാ ഒബ്ജക്റ്റുകളും. ആ സമയത്ത് ദ പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്റ്റ് ടേക്കൺ ആൾ ടുഗദർ. n ഒബ്ജക്റ്റ് എല്ലാം ഒരുമിച്ചാണ് എടുക്കുക. ആ സമയത്ത് ഇപ്പോൾ ഒരേപോലെയുള്ള ഒബ്ജക്റ്റുകളെല്ലാം ഒരുമിച്ച് നമ്മൾ എടുക്കും. വേർ n ഓഫ് ദ ഒബ്ജക്ട്സ് ആർ അലൈക്ക് ആൻഡ് ദ റെസ്റ്റ് ആർ ഡിഫറെൻറ്റ്. ഒബ്ജക്റ്റിൽ ഒരേപോലെ എടുക്കുന്നത് കൂടെ ഒരുപോലെ എടുക്കും, അല്ലാത്തത് മറ്റൊന്നും പ്രത്യേകിച്ചും എടുക്കും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇഫ് ദർ ആർ സെവറൽ ഒബ്ജക്ട്സ് കണ്ടെയ്ൻ ഒബ്ജക്റ്റ് വിച്ച് ആർ അലൈക്ക് ദ ഫോർമുല മേ ബി എക്സ്റ്റെൻഡ്. നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല അല്ല ഈ സെയിം ആയിട്ട് ഒരു, ഇപ്പോൾ നമ്മളെ പ്രോബ്ലത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ആ വേർഡ് കണ്ടു, ആ വേർഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 4 ലെറ്ററുള്ള എത്രണ്ണം ഉണ്ടാക്കാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓടിപ്പോയിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷൻ തന്നെ എഴുതണ്ട. ആ വേർഡിൽ ആദ്യം ശ്രദ്ധിക്കണം സെയിം ആയിട്ടുള്ള ലെറ്ററുകൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ സെയിം ആയിട്ടുള്ള ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് അവിടെ ഉപയോഗിക്കുക. ഏതാണ് ഇക്വേഷന്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ n2 ദെൻ n ഫാക്ടോറിയൽ. ഇതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ വേർഡ് മാനേജ്മെൻറ്റ്, ശ്രദ്ധിക്കാം ഇവിടെ വേർഡ് മാനേജ്മെൻറ്റ് എന്നാണ് ബി റീഅറേഞ്ച്ഡ്. ഈ ഒരു വേർഡ് എങ്ങനെയൊക്കെ റീഅറേഞ്ച് ചെയ്യാമെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മാനേജ്മെൻറ്റിൽ എം 2 വന്നിട്ടുണ്ട്, എ 2 വന്നിട്ടുണ്ട്, എന്നും 2 വന്നിട്ടുണ്ട്, പിന്നെ ജി 1 വന്നിട്ടുള്ളൂ, ടി 1 വന്നിട്ടുള്ളൂ. അത് നമ്മൾ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദർ ആർ 10 ലെറ്റേഴ്സ് അല്ലേ, മാനേജ്മെൻറ്റിൽ 10 ലെറ്ററുകളുണ്ട്. ഒന്ന് എണ്ണി നോക്കുക. മാനേജ്മെൻറ്റ് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 ലെറ്റേഴ്സ് ഉണ്ട് മാനേജ്മെൻറ്റിൽ. ഇറ്റ് ഇൻക്ലൂഡ്, ഈ 10 ലെറ്റേഴ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? 2M അല്ലേ, മാനേജ്മെൻറ്റിന് 2M ഉണ്ട്, 2A ഉണ്ട്, 2E ഉണ്ട്, 2N ഉണ്ട്, പിന്നെ ഒരു ജിയും ഒരു ടിയും. ഇങ്ങനെയാണ് 10 ലെറ്ററുകൾ അവിടെ വന്നിട്ടുള്ളത്. ഇനി അത് നമുക്ക് ഈ ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ടോട്ടൽ പെർമ്യൂട്ടേഷൻ ലഭിക്കണമെങ്കിൽ 10 ആണ് N. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ഒന്ന് പോവാം. ഇക്വേഷൻ ശ്രദ്ധിക്കുക, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n1 ഫാക്ടോറിയൽ n2 nn. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ 2 ആണല്ലോ, n നമ്മൾ 2m അല്ലേ, 2m 2a 2e 2n. അപ്പോൾ 1 2 3 4 ഐറ്റംസ് ഇവിടെ എഴുതി. 4 2 വന്നതൊക്കെ 2 ഫാക്ടോറിയലാണ്. 2 3 4, ഈ 4 2 ഫാക്ടോറിയൽ ഇട്ടു. ദെൻ ഇനി ഒരു ജിയും ഒരു ടിയുമാണ്, അപ്പോൾ ഒരു ഫാക്ടോറിയൽ, ദെൻ ഒരു ഫാക്ടോറിയൽ. ഈ 10ൻ്റെത് ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യുക, അതുപോലെ തന്നെ താഴെയിലും ചെയ്യുക. 2 ഇതിലൊക്കെ ഫാക്ടോറിയൽ 2ൻ്റെ വരുമ്പോൾ എത്ര നമുക്ക് വരിക? 2 × 1 വരുള്ളൂ. അതുപോലെ എല്ലാത്തിൻ്റെയും 2 × 1 വരുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? 2 × 1 പറഞ്ഞാൽ 2 തന്നെയാണ് ആൻസർ വരിക. അപ്പോൾ 2 × 2 × 2 × 2 × 2 വരുമ്പോൾ നമുക്ക് 16 കിട്ടും. മുകളിലെ 10ൻ്റെ ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ടും ലഭിക്കും. അതിൻ്റെ ആൻസറായിട്ട് 2,26,800 രീതിയിൽ നമുക്കതിനെ മാറ്റിയിട്ട് എഴുതാൻ സാധിക്കും. ഇനി മറ്റൊന്നാണ്, ഇപ്പോൾ ഈ ചെയ്ത ഇത് വെച്ചിട്ട് മറ്റൊരു എക്സാമ്പിൾ നമുക്കും ചെയ്യാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ ഓഫ് ദ ലെറ്റേഴ്സ് ഇൻ എ സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ എസ് 3 വരുന്നുണ്ട് അല്ലേ, ശ്രദ്ധിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് എസ് 3 വരുന്നുണ്ട്, ടിയും 3 വരുന്നുണ്ട്, ദെൻ എ 1 വരുന്നുള്ളൂ, ഐ 2 വരുന്നുണ്ട്, സി 1 വരുന്നുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഇത് എത്ര രീതിയിൽ റീഅറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. പെർമ്യൂട്ടേഷൻ നോക്കാം. സൊല്യൂഷൻ, ദർ ആർ 10 ലെറ്റേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ 10 ലെറ്റർ ആണുള്ളത് ഇൻ ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദർ ആർ, അതിൽ 3 എസ് 3 ടി 2 ഐ 1 എ 1 സി. ടോട്ടൽ പെർമ്യൂട്ടേഷൻ കാണാൻ n 10 ആയതുകൊണ്ട് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഈ ഓരോരോ എന്നും എടുക്കുക. 3 3 2 3 3 2 എടുത്തു. ദെൻ പിന്നെ ഇവിടെ 1 1 1 1 അത് നമ്മൾ എടുത്തു. ഇതിൻ്റെ ഫാക്ടോറിയൽ, 3ൻ്റെ ഫാക്ടോറിയൽ എങ്ങനെ കാണുക? 3 × 2 × 1 എത്ര കിട്ടുക? 6. അപ്പോൾ 6 6 2 വരും. 6 6 36 36 72 വരും. ദെൻ 10 ഫാക്ടോറിയലും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസറായിട്ട് ഈ ഒരു എമൗണ്ട് ലഭിക്കും. അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. കൂടുതൽ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ഉണ്ട്, അത് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തായാലും ചോദിക്കാറുണ്ട് ഫാക്ടോറിയൽ. ദെൻ ഇനി അടുത്തതാണ് കോമ്പിനേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോമ്പിനേഷന് എന്തായാലും പഠിക്കണേ. കോമ്പിനേഷന് എക്സാമിൽ എല്ലാ എക്സാമിലും ഉണ്ടാവാറുണ്ട്. കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ് ഇവിടെ നൽകിയത്. NCR n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ n മൈനസ് r ഓൾ ഫാക്ടോറിയൽ. ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കുക, എല്ലാ എക്സാമിലും ഉണ്ടാവാറുണ്ട്. ചെറിയൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വിശദീകരിക്കാം. ഹൗ മെനി ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് 5 സ്റ്റുഡൻസ് ക്യാൻ ബി ചൂസൺ ഔട്ട് ഓഫ് 20 ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ടു റെപ്രസെൻറ്റ് എ സ്കൂൾ ഇൻ എ essay കോൺടെസ്റ്റ്. അതായത് 20 കുട്ടികളിൽ നിന്ന് 5 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് തിരഞ്ഞെടുക്കണം.
എങ്ങനെയൊക്കെ നമുക്കത് സെറ്റാക്കി തിരിക്കാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ 5 കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഒരു സെറ്റാക്കാം, ലാസ്റ്റ് ഏറ്റവും പഠിപ്പുള്ള 5 കുട്ടികളെ ഉപയോഗിച്ചിട്ട് സെറ്റാക്കാം, തീരെ പഠിപ്പില്ലാത്ത കുട്ടികളെ ഉപയോഗിച്ചിട്ട് സെറ്റാക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് സെറ്റുകൾ 20 കുട്ടികളിൽ നിന്ന് ഉണ്ടാക്കാം. അങ്ങനെ എത്രത്തോളം സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഹൗ മെനി ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് 5 സ്റ്റുഡൻസ് ക്യാൻ ബി ചൂസൺ ഔട്ട് ഓഫ് 20 ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ടു റെപ്രസെൻറ്റ് എ സ്കൂൾ ഇൻ ആൻ എസ്സേ കോൺടെസ്റ്റ്. ഈ ഒരു സ്കൂളിൻ്റെ എസ്സേ കോൺടെസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് 5 കുട്ടികൾ വീതമുള്ള എത്ര സെറ്റ് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ എത്രയാണ് ഇവിടെ? 20 കുട്ടികളാണ്. n = 20. നമ്പർ ഓഫ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് 20 ആണ്. അതാണ് n = 20. r എത്രയാണ്? 5 അല്ലേ? 5 കുട്ടികളല്ലേ ഒരു സെറ്റിൽ ഉൾക്കൊള്ളുന്നത്. ആ റേഞ്ച് അതാണ് 6. 5 കുട്ടികൾ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു ബി സെലക്ടഡ് അറ്റ് എ ടൈം, ഒരു ടൈമിൽ എത്ര കുട്ടികൾ എന്നുള്ളതാണ് 6 കൊണ്ട് പ്രതിനിധാനം ചെയ്തത്. ടോട്ടൽ നമ്പർ 20 ആണ്. അറ്റ് എ ടൈമിൽ എത്ര കുട്ടികൾ എന്നുള്ളതാണ് 6. അപ്പം നമ്പർ ഓഫ് സെറ്റ്, എത്ര സെറ്റ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കണമെങ്കിൽ NCR ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് NCR. ഇതിൽ n എത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടോട്ടൽ നമ്പറാണ്, സെലക്ട് ചെയ്ത കുട്ടികളുടെ ടോട്ടൽ നമ്പർ. C എന്ന് പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു സൂചകമാണ്. R എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമ്മൾ എത്ര കുട്ടികളെ ഒരു ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ NCR നമുക്ക് ചെയ്യാം. NCRൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ n മൈനസ് r ഓൾ ഫാക്ടോറിയൽ. n ഇവിടെ എത്രയാണ്? 20 അല്ലേ? 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r എത്രയാണ്? r ഫാക്ടോറിയൽ. r നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 5 ആണ്. അപ്പോൾ അതിവിടെ ആൻസറിൽ നൽകി. ദെൻ n മൈനസ് r ആണ്, അതായത് 20 മൈനസ് 5 ഓൾ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ഇൻറ്റു 15 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്കത് ചെയ്യാം. 20 ഫാക്ടോറിയൽ നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 20 × 19 × 18 × 17 × 17 അങ്ങനെ കിട്ടും. ദെൻ ഇവിടെ പിന്നെ താഴെയുള്ള ആ ഒരു ഫാക്ടോറിയൽസ് നമ്മൾ ചെയ്യുമ്പോൾ 5ൻ്റെയും ചെയ്യും 15ൻ്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാക്ടോറിയൽ ലഭിക്കുന്നതാണ് 5, 4, 3, 2, 1 എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ വെട്ടിപ്പോയതാണ്. അതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫാക്ടോറിയൽ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നു. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസറാണ് ലഭിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കുക. then ഇനി മറ്റൊരു എക്സാമ്പിളാണ്. ഇൻ ഹൗ മെനി ways can 4 red balls be drawn from a bag containing 10 red ball. ഒരു ബാഗിൽ 10 റെഡ് ബോൾ ഉണ്ട്. അതിൽ നിന്ന് 4 റെഡ് ബോളുകൾ നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പോൾ എത്ര ഓരോ ബോളിന് ഓരോരോ നമ്പറും മറ്റൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വെക്കുക. അപ്പോൾ എങ്ങനെയാണ്? എല്ലാം ചുവപ്പ് ബോൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ബോളുകൾ വീതം ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര ഗ്രൂപ്പ് ഓഫ് ബോളുകൾ അതിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നത്, 4 ബോൾ ഉപയോഗിക്കുന്ന എത്ര ഗ്രൂപ്പ് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് ചോദിച്ചത്. അതിൻ്റെ n എത്ര നമുക്കറിയാം? 10 ആണ്. പിന്നെ r എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 4 ആണ്. കാരണം അറ്റ് എ ടൈമിൽ ഒരു ഗ്രൂപ്പിൽ 4 ഉൾക്കൊള്ളുന്നത്. അത് 6. 10 എന്ന് പറഞ്ഞാൽ നമ്പർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് 10C4 നമുക്ക് ചെയ്യാം. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 × 10 - 4 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെയാണ് 210 കിട്ടിയെന്ന് താഴെ നൽകിയിട്ടുണ്ട്. 10 ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 9 10 9 8 7 നമുക്ക് കിട്ടി. ദെൻ 4 ഫാക്ടോറിയൽ ചെയ്യുന്ന സമയത്ത് അവിടെ 4 × 3 × 2 × 1 അത് നമുക്ക് ലഭിച്ചു. അതിൽ വെട്ടിപ്പോകാനുള്ളതൊക്കെ വെട്ടിപ്പോവും. മുകളിലുള്ള 10ലും 6ലുള്ളതൊക്കെ വെട്ടിപ്പോകാനുള്ളതൊക്കെ വെട്ടിപ്പോയിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ 210 ആൻസർ നമുക്ക് കിട്ടും. ദെൻ ഇനി മറ്റൊന്ന് അഡീഷൻ തിയറം അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എല്ലാ എക്സാമിലും ചോദിച്ചിട്ടുള്ളതാണ് ഒരു അഡീഷൻ തിയറം അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ തിയറം. അഡീഷൻ തിയറമാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്തായാലും അഡീഷൻ തിയറത്തിൽ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്. അതെന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ദ അഡീഷൻ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 ഇവൻറ്റ്സ്, 2 ഇവൻ്റ് അതായത് A and B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് ദ ഒക്യുറൻസ് ഓഫ് A and probability of occurrence of B is the sum of the individual probability of A and B. അതായത് ഈ ഒരു ഇവൻ്റ്
നമ്മൾ അഡീഷൻ തിയറം ആട്ടോ. അഡീഷൻ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം കൂട്ടാണ്. അഡീഷൻ തിയറത്തിൽ പി ഓഫ് എ ഓർ ബി, അതായത് ഈ രണ്ടിലുള്ള ഐറ്റംസ്, ഈ ഇവൻറ്റ്സ് എയിലും സംഭവിച്ചതും ബിയിൽ സംഭവിച്ചതും പാടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുക ഇവിടെ. അതാണ് അഡീഷൻ തിയറം. പി ഓഫ് എ ഓർ ബി ഇസിക്കൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നാണ് പറയുക. പി ഓഫ് എ ഓർ ബി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി നമ്മൾ തുടക്കത്തിൽ എഴുതിയിരുന്നു സെറ്റ് ചെയ്യുന്ന ഇതിൻ്റെ ആ ഒരു സമയത്ത്. പി ഓഫ് എ യൂണിയൻ ബി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. പി ഓഫ് എ യൂണിയൻ ബി കിട്ടാൻ പി ഓഫ് എയിലുള്ളതും പി ഓഫ് ബിയിലുള്ളതും നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. പി ഓഫ് എ 1/8 പി ഓഫ് ബി 1/4 ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കും. അപ്പോൾ ഇത് ചെയ്യുക, ഇവിടെ പി ഓഫ് എയുടെ വാല്യൂ എത്രയാണ്? 1/8. ദെൻ പി ഓഫ് ബി 1/4. അത് നമ്മൾ ആഡ് ചെയ്യുക. 1/8 പ്ലസ് 1/4 എങ്ങനെ ആഡ് ചെയ്യാൻ? എങ്ങനെയാണ്? ഇങ്ങനെ ഛേദം രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? രണ്ടും ഒരുപോലെ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. 1 × 4 4, 1 × 8 8. അപ്പോൾ 4 + 8 ഡിവൈഡഡ് ബൈ 8 × 4 4 8 32. അത് നമുക്ക് ആൻസറിൽ ചെയ്യുന്ന സമയത്ത് 8ഉം 4ഉം 12 12/32 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ലഭിക്കും. ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണെങ്കിൽ അഡീഷൻ തിയറത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളത്. എക്സാമ്പിൾസ് ഒരുപാട് ടെക്സ്റ്റിലുണ്ട്, അത് നോക്കിയിട്ട് കൂടുതൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എങ്ങനെ? അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് ആൻ എയ്സ് ഓർ എ ക്ലബ്ബ്. എയ്സും ക്ലബ്ബൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഷീറ്റിൻ്റെ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ് ഫ്രം എ നോർമൽ ഡെസ്ക് ഓഫ് കാർഡ്. ഒരു കാർഡിൻ്റെ ഒരു പെട്ടിയിൽ നിന്ന് നമ്മൾ ഒരു എയ്സും അതുപോലെ തന്നെ ക്ലബ്ബൊക്കെ എടുക്കുന്ന പ്രോബബിലിറ്റിയാണ് ഇവിടെ നൽകുന്നത്. നോർമൽ ഡെസ്കിൽ 52 കാർഡുകളാണ് ഉണ്ടാവുക. അതിൽ നിന്ന് എ ദ ഇവൻ്റ് ഓഫ് എയ്സ് ഒക്യറിങ്. ഇവൻ്റ് ഓഫ് എയ്സ് എത്ര ഒക്യർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവൻ്റ് ഓഫ് ക്ലബ്ബ് ഒക്യറിങ്, ഒരു ക്ലബ്ബ് എത്രയാണ് ഒരു കാർഡിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് പി ഓഫ് എ ഇവൻ്റ് ഓഫ് എയ്സ് ഒക്യറിങ് എത്ര എയ്സ് ഉണ്ടാവുക? 4 എയ്സ് ഉണ്ടാവുക. 52 കാർഡിൽ 4 ഉണ്ടാവും എയ്സ്. അതുപോലെ ക്ലബ്ബ് എത്ര ഉണ്ടാവും? 13 ഉണ്ടാവും. ആ 13ലൊക്കെ തന്നെ ഒരു എയ്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, പി ഓഫ് എ ഇസിക്കൽ ടു 4/52. 52 കാർഡിൽ 4 എന്തുണ്ടാവുക? എയ്സ് ഉണ്ടാവുക. ദെൻ ബി ദ ഇവൻ്റ് ഓഫ് ക്ലബ്ബ് ഒക്യറിങ്. 52 കാർഡിൽ 13 ക്ലബ്ബ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു ഷീറ്റിൻ്റെ കാർഡിൽ ഏതൊക്കെ ഐറ്റംസ് ആണുള്ളത്? കിങ്, അതുപോലെ തന്നെ ജോക്കർ, അതുപോലെ തന്നെ റെഡ്, ബ്ലാക്ക്, ഇതൊക്കെ എത്രയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് നോട്ട് പുസ്തകം നോക്കിയിട്ട് ഓർത്തെടുക്കൽ നിർബന്ധമാണ് ഈ ഒരു എക്സാമിന് പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ ആ ഒരു പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 4/52 ആണ്. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 13/52 ആണ്. ഇനി നമ്മളത് ആൻസറിൽ ചെയ്യുമ്പോൾ പി ഓഫ് എ അഡീഷൻ തിയറത്തിൻ്റെ ഇക്വേഷന് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അഡീഷൻ തിയറത്തിൽ പി ഓഫ് ഒരു മിനിറ്റ്, അഡീഷൻ തിയറത്തിൽ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരുന്നു, ഇവിടെ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ഇക്വേഷൻ ഞാൻ പറയാൻ അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുക. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനാണ്. അതായത് പി ഓഫ് എ യൂണിയൻ ബി ഇസിക്കൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി വരെയായിരുന്നു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ. പക്ഷേ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും കൂടി അതിൽ വരുമെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഈ ടോട്ടൽ ഇക്വേഷൻസ് ആണ് നമുക്ക് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ വരുന്നത്. അധിക എക്സാമിനും ഈ ഒരു പ്രോബ്ലമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു 52 കാർഡിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ അഫക്റ്റ് ചെയ്യും. അതാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞത്. ഇഫ് ഇവൻ്റ് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ദെൻ ദ പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി ടു ഹാപ്പൻ ഈസ് ദ സം ഓഫ് ദെയർ പ്രോബബിലിറ്റീസ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഹാപ്പൻ. അവരുടെ പ്രോബബിലിറ്റിയിൽ നിന്ന് രണ്ടും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി കുറക്കണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പി ഓഫ് എ യൂണിയൻ ബി എന്നാൽ അവ രണ്ടും സാധിക്കാനുള്ള ചാൻസ്.
പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. അതിൽ നിന്ന് ഇവ രണ്ടും ഒരുമിച്ച് സംഭവിക്കാനുള്ള ചാൻസ്, അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കുറക്കണം എന്നുള്ള പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ നമുക്ക് ലഭിച്ചാൽ ഇനി ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പി ഓഫ് എ യൂണിയൻ ബിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ പി ഓഫ് എ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയാണ് 4/52 ആണ്. പി ഓഫ് ബിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എത്രയാണ് 13/52 ആണ്. ദെൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് നമുക്ക് കിട്ടേണ്ടത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1/52 ആണ്. ഇവിടെ ഈ ഒരു കാർഡിൻ്റെ കേസിൽ നമുക്കത് അറിയാം. കാരണം എന്താ, ഇവിടെ രണ്ടും സംഭവിക്കാനുള്ള കേസ് 13 ക്ലബ്ബാണുള്ളത്. ഈ ക്ലബിൽ ഒന്നെന്തായിരിക്കും, എയ്സ് ആയിരിക്കും നമുക്കറിയാം അല്ലേ. ആ ഒരു എയ്സ് നമുക്ക് ഒന്നേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 1/52 എന്ന് നമ്മളതിൽ രണ്ടിലും വരുന്നതായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസിൽ നമ്മൾ ആ ഒരു എമൗണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഛേദം തന്നെയാണ് 52 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യേണ്ട, നേരിട്ട് ചെയ്താൽ മതി. മുകളിലതിനെ പ്ലസ് ചെയ്യുക, 4, 13, 1. അപ്പോൾ 14 മൈനസ് 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 14 17 മൈനസ് 1 16 16/52 ചെയ്താൽ മതി. അതാണ് നമ്മുടെ ആൻസർ. 16/52 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതൊന്ന് കൂടുതൽ എക്സാമ്പിളുകൾ ടെക്സ്റ്റിൽ നോക്കി നിങ്ങൾ ചെയ്യണം. ഒരു ബേസിക് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ്. ഇപ്പോൾ അഡീഷൻ തിയറത്തിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, മ്യൂച്വലി എക്സ്ക്ലൂസീവും നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവും പറഞ്ഞു. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറം ശ്രദ്ധിക്കുക. മൾട്ടിപ്ലിക്കേഷൻ തിയറം അതായത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റും ഉണ്ട്, ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം എങ്ങനെ വരിക, തിയറം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് 2 events A and B are independent, the probability that they will both occur is equal to the product of their individual probability. അതായത് പി ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു ബി ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ അഡീഷൻ അല്ല, ഇൻറ്റു ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി കിട്ടണമെങ്കിൽ പി ഓഫ് എ പി ഓഫ് ബി ചെയ്താൽ മതി. അല്ലെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ആണെങ്കിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എ ബാഗ് കണ്ടെയ്ൻ 5 വൈറ്റ് ബാൾ ആൻഡ് 8 ബ്ലാക്ക് ബാൾ. ഒരു ബാഗിൽ 5 വൈറ്റും 8 ബ്ലാക്ക് ബാളും ഉണ്ട്. 1 ball ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ് ആൻഡ് ഈസ് ദെൻ റീപ്ലേസ്ഡ്. ആദ്യം ഒരു ബാഗിൽ നിന്ന് നമ്മൾ ഒരു ബോൾ എടുത്തു റാൻഡായിട്ട്, ദെൻ റീപ്ലേസ്ഡ്, പിന്നെ അതിലേക്ക് തന്നെ തിരിച്ചു വെക്കുകയും ചെയ്തു. അഗെയിൻ അനദർ വൺ ഈസ് ഡ്രോൺ, പിന്നീട് എന്നിട്ട് മറ്റൊന്ന് എടുത്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദ ബാൾസ് ആർ ഡ്രോൺ വൈറ്റ്. 2 ബോളും വൈറ്റാണ് ഡ്രോ ചെയ്തതെന്ന് നമുക്ക് വൈറ്റ് ആവാനുള്ള സാധ്യത എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. അപ്പം പി ഓഫ് എയും പി ഓഫ് ബിയും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. പി ഓഫ് എ എന്താണ്, ദ ഇവൻറ്റ് ഓഫ് ഒക്യൂറിങ് വൈറ്റ് ബാൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ആദ്യം നമ്മൾ എടുത്തത് വൈറ്റ് ബോൾ ആവാനുള്ള ചാൻസ് എത്രയാണ്, അതായത് പി ഓഫ് എ 5 വൈറ്റ് ബോളാണ് ഉള്ളതില്ലേ ആകെ. അപ്പോൾ 5 ടോട്ടൽ എത്രയാണ് ആ ഒരു ബാഗിലുണ്ടാവുക, 5ഉം 8ഉം അല്ലേ. 5ആണ് നമുക്ക് വൈറ്റ് ബോൾ ആയുള്ള സാധ്യത, ദെൻ ബ്ലാക്ക് ബോൾ 8ഉം ഉണ്ട്. അങ്ങനെ 13 ടോട്ടൽ അതിലുണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസ് 5 ബോളാണ് വൈറ്റ് ആവാൻ ചാൻസ്. അതാണ് പി ഓഫ് എ ഈക്വൽ ടു 5/3. അതായത് ഇവൻ്റ് ഓഫ് ഒക്യൂറിങ് ദ വൈറ്റ് ബാൾ ഇൻ ദ ഫസ്റ്റ് ഡ്രോ. ആദ്യം എടുത്തപ്പം വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് 5/13 ആണ്. 13 നിന്ന് 5 നമുക്ക് വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതാണ് പി ഓഫ് എ 5/13. ദെൻ രണ്ടാമത്തത് ഇവൻറ്റ് ബൈ വിച്ച് എ വൈറ്റ് ബോൾ ഒക്യൂർ ഇൻ ദ സെക്കൻഡ് ഡ്രോ. സെക്കൻഡ് ഡ്രോയിലും കിട്ടാനുള്ള ചാൻസ് 5/13 തന്നെയാണ്. കാരണം എന്താ, ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ്. അതായത് നമ്മളൊരു ബോൾ എടുത്തു, ആ ബോൾ വൈറ്റ് ബോൾ ആവാനുള്ള ചാൻസ് നോക്കി, പിന്നീട് ആ ബോൾ അതിലേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ടാണ് പിന്നെ രണ്ടാമത് എടുക്കുന്നത്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തതൊന്ന് പഠിക്കാണ്ട് ഇതേപോലെ അല്ലാതെ എങ്ങനെ ഒരു ബോൾ എടുത്തു പിന്നീട് അതിലേക്ക് തിരിച്ചു വെക്കാതെ രണ്ടാമതൊരു ബോൾ എടുക്കുന്ന സാധ്യത, അത് നമ്മൾ പഠിക്കുക. അത് ഈ ബോൾ തിരിച്ചു വെച്ചിട്ടുള്ള രീതി ഒന്ന് പഠിക്കുക. ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലേ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ്. ഇവിടെ നമുക്ക് പി ഓഫ് എ 5/13 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പി ഓഫ് ബിയും 5/13 ലഭിച്ചിട്ടുണ്ട്. അത് രണ്ട് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ രണ്ടിൻ്റെയും ഛേദം 13 തന്നെയാണ്. അപ്പം നേരിട്ട് നമുക്ക് അല്ലെങ്കിൽ ഗുണനമാണ്.
അപ്പോൾ എന്ത് ചെയ്യുക 5 25 25/13 169 നമുക്ക് ആൻസറായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബാഗ് ബാഗ് കണ്ടെയ്ൻ 5 വൈറ്റ് ബാൾ ആൻഡ് 8 ബ്ലാക്ക് ബാൾ. ഒരു ബാഗിൽ 5 വൈറ്റും 8 ബ്ലാക്ക് ബോളും ഉണ്ട്. 1 ബാൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു ബോൾ അതിൽ നിന്ന് റാൻഡായിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം ദ ബാഗ് ആൻഡ് ഈസ് ദെൻ റീപ്ലേസ്ഡ്. പിന്നെ അത് റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ഈ ബോളിനൊക്കെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക, ആ ഒരു ബോൾ തന്നെ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ദെൻ റീപ്ലേസ്ഡ് അഗെയിൻ അനദർ വൺ ഈസ് ഡ്രോൺ. പിന്നെ മറ്റൊന്ന് അതിൽ നിന്ന് എടുക്കും. ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബാൾസ് ഡ്രോൺ ആർ വൈറ്റ്. 2 ബോളും വൈറ്റ് ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 25 169 അതായത് 169 പ്രാവശ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 25 എന്തായിരിക്കും വൈറ്റ് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ പ്രോബബിലിറ്റി. ഇനി മറ്റൊന്നാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം തന്നെ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്. നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, ഇനി ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഇഫ് ദ ഇവൻറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സെക്കൻഡ് ഇവൻറ്റ് ഒക്യറിങ് വിൽ ബി എഫക്റ്റഡ് ബൈ ദ ഔട്ട്കം ഓഫ് ദ ഫസ്റ്റ് ഡ്രോ ദാറ്റ് ഹാസ് ഓൾറെഡി ഒക്യർഡ്. അതായത് നമ്മൾ ഒന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് റീപ്ലേസ് ചെയ്യാതെയാണ് വെക്കുന്നതെങ്കിൽ അത് രണ്ടാമതായിട്ട് എടുക്കുന്നതിനെ ബാധിക്കും. കാരണം എന്താ, അപ്പോൾ അവിടെ ബോളിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, അപ്പം സാധ്യത കൂടും അല്ലേ. അതാണ് ആ സമയത്ത് നമ്മൾ പി ഓഫ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ പി ഓഫ് ബി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പി ഓഫ് ബി ബൈ എ എന്നാ പറയുക. എ എടുത്തതിൻ്റെ ശേഷമുള്ള ബി എന്നാണ് അത് നമ്മളവിടെ നൽകുക. അത് ആൻസർ ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇൻ ദ അബോവ് എക്സാമ്പിൾ, നേരത്തെ എടുത്തിട്ടുള്ള എക്സാമ്പിൾ തന്നെ, ദ ബാൾ ഡ്രോൺ ഇൻ ദ ഫസ്റ്റ് ഡ്രോ ഈസ് നോട്ട് റീപ്ലേസ്ഡ്. ഇനി എന്ത് ചെയ്യുക, നമ്മളത് നോട്ട് റീപ്ലേസ്ഡ് ആൻഡ് അനദർ വൈറ്റ് ബാൾ ഈസ് ഡ്രോൺ. പിന്നീട് അനദർ വൈറ്റ് ബാൾ ഡ്രോ ചെയ്യും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ 13 നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ ഇവൻറ്റ് എ ഒക്യൂർ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ട്, 5/13. ഇനി രണ്ടാമത്തതിലാണ് വ്യത്യാസം വരുന്നത്. കാരണം എന്താ, ഇപ്പോൾ നമ്മൾ ഒന്ന് എടുത്തതിന്ന് അല്ലേ, പിന്നെ അത് റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇനി നമുക്കവിടെ ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാളിൽ നിന്ന് 1 കുറഞ്ഞു, ബാക്കി 5ൽ നിന്ന് 1 കുറഞ്ഞാൽ 4 ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ 8ഉം 5ഉം 13 ഉണ്ടായിരുന്ന ആ ബാഗിൽ ഇനി 13 ഉണ്ടാവില്ല, 12 ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ് ആണ് 4 ഉള്ളൂ. 4/12 അടുത്തത്. അതാണ് പി ഓഫ് ബി ബൈ എ. പി ഓഫ് ബി ആണ് നമ്മൾ സാധാരണ ഇതിൽ, ഇവിടെ ബൈ എ എന്ന് കൊടുക്കാൻ കാരണം എ നമ്മൾ അതിൽ നിന്ന് 1 എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് പി ഓഫ് ബി ബൈ എ എന്നാണ് ഇങ്ങനെ ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെയാണ് എഴുതുക. അപ്പോൾ എന്താ, അതിൻ്റെ ആൻസർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ്. പി ഓഫ് എ ഇൻറ്റു ബി ചെയ്യുന്ന സമയത്ത് നമുക്ക് പി ഓഫ് എ ഇൻറ്റു ബി ആണ് സാധാരണ ചെയ്യൽ. ആ ഡിപ്പെൻഡൻറ്റ് ഇവൻ്റ് ആകുമ്പം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബൈ എ എന്നാണ് കൊടുക്കുക. ആ ഒരു ആൻസർ 5/13 അതുപോലെ 4/12 നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാം. ഇവിടെ 4 × 20 13 × 12 156. അപ്പോൾ 20/156 ഒരു സാധ്യത. അപ്പോൾ 156 എടുക്കുകയാണെങ്കിൽ അതിൽ 20 എന്താവാൻ ചാൻസ് ഉണ്ട്, വൈറ്റ് ബോൾ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് നമുക്ക് 25 169 എടുക്കുമ്പോൾ 25 ആയിരുന്നു. ഇവിടെ 156 എടുക്കുമ്പം 20 എന്നുള്ളൊരു സാധ്യത അവിടെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അഡീഷൻ തിയറം, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം. അത് നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് പഠിക്കുക. ഇനി ഈ ഒരു ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിൽ. ഇനി മറ്റേതെങ്കിലും ഭാഗം എക്സാമിന് വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആവശ്യപ്പെട്ടാൽ നമുക്ക് സാധ്യമെങ്കിൽ എക്സാമിന് മുമ്പ് തന്നെ അന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.